ഡേയ് രാവിലെ തന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്തടേ? തിയേറ്റർ ഇരിക്കുമ്പോൾ എങ്ങനെയാ ഫോൺ എടുക്കണത്? അതും മമ്മൂക്ക പടം. ഇറങ്ങാൻ മുട്ടി നിൽക്കായിരുന്നല്ലേ കാണാൻ. അളിയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ വീക്കെൻഡ്സ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് നല്ലോണം അറിയാം, അതാണ് എന്റെ പേടി. എനിക്കിന്ന് സെക്കൻഡ് ഷോയ്ക്കാണ് ടിക്കറ്റ് ഇട്ടിരിക്കുന്നത്. അളിയ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മമ്മൂക്ക ഹെലികോപ്റ്ററിൽ വരുന്നൊരു സീനുണ്ട് മോനെ, രോമാഞ്ചോളിയാ. ഡേ ഇത് മിണ്ടായിരിടേ. ഇതാണ് നിനക്ക് പടം കണ്ട അപ്പ കഥ പറയണം. അതിന് ഞാൻ കഥയൊന്നും പറഞ്ഞില്ലല്ലോ, നിനക്ക് എന്തടേ? എടേ, ഇതിന്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത് പറയല്ലേ. അപ്പൊ മമ്മൂക്കയുടെ ഭാര്യയെ ഫ്ലാഷ് ബാക്കിൽ വില്ലൻ കൊല്ലണ കാര്യം ഞാൻ പറയണ്ടേ? എടാ കോപ്പി ഒന്നും മിണ്ടാതിരിക്കുക. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. നീ ഇതുവരെ പറഞ്ഞത് പറഞ്ഞ് ദൈവം ഇനി ഒന്നും പറയരുത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പടം കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടാ. ഓക്കെ അളിയ, ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റണില്ല അളിയ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ? എനിക്ക് ഉണ്ട്. നിനക്ക് നല്ല 2 അടി കിട്ടാത്തതിന്റെ പ്രശ്നമുണ്ട്. ആ അളിയ അടിയുടെ കേസ് പറഞ്ഞപ്പോഴാണ് ഇന്റർവ്യൂവിന് ശേഷമുള്ള ഫൈറ്റിന്റെ ഇടയിൽ മമ്മൂട്ടി അനിയനെ പുറം തലക്കടിച്ച് തറയിട്ട് ഉപ്പൂറ്റിന്റെ മുകളിലെ ഞരമ്പ് മുറിച്ച് കളയണ വില്ലന്മാര്. ഇറങ്ങി പോടാ അളിയാ. ഞാൻ ദേഷ്യം വന്ന് പറഞ്ഞു പോയതാണ്. നീ അത് മനസ്സിൽ നിന്ന് കള. വിട്. ഇത് അതല്ലടേ, നീ എപ്പോഴും എന്നെ പറയണല്ലേ അളിയ. നമ്മളെ ചങ്കാറ്റ് കൂടെ വന്നിട്ട് നമ്മളെ വലിപ്പിച്ചാൽ നമുക്ക് വിഷമം വരും. അത് പറയണ ഞാൻ വന്നത്. അത് വരും, ആർക്കായാലും വരും. ആ അപ്പൊ എനിക്ക് വിഷമം വന്നൊരു കുറ്റം പറയാൻ പറ്റൂല. എന്തളിയാ കാര്യം പറ. അളിയ ചങ്ക് കണക്ക് കൂടെ നടന്നിട്ട് ആ സുരേഷ് കൃഷ്ണ മമ്മൂക്കെ ചതിച്ചളിയാ. എന്നിട്ട് അങ്ങനെ മമ്മൂക്കെ കൺവിൻസ് ചെയ്തേക്കണം. പക്ഷെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളയാ? അളിയ എന്റെ തെറ്റാണ്, ചോദിച്ചു മേടിച്ചു തന്നെ. ഒരു മരിപ്പിന്റെ കാര്യം കൂടെ പറയാനുണ്ടായിരുന്നടാ. അറിയാം, നമുക്കിടെ കൊച്ചച്ഛൻ, കുഞ്ഞമ്മ, അതും അല്ലെങ്കിൽ അപ്പച്ചി, ഇവരിൽ ആരെങ്കിലും ആയിരിക്കുമല്ലോ മരിച്ചത്. നീ എഴുന്നേറ്റ് പോ. ഇവരാരുമല്ല, ക്ലൈമാക്സിൽ മരിച്ചത് മമ്മൂക്കയാണ്.